ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുളപ്പിച്ച ചെറുപയർ കൊണ്ട് തോരൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ ചെറുപയർ എങ്ങനെ മുളപ്പിക്കാം എന്നുകൂടി നമ്മളിതിൽ പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിതാ ചെറുപയർ എങ്ങനെയാണ് മുളപ്പിച്ചെടുത്തിരിക്കുന്നത്. അതായത് 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു ഓവർനൈറ്റ് 12 മണിക്കൂർ നമ്മളത് ഒരു തോർത്തുമുണ്ട്, അതായത് രണ്ടായി മടക്കിയ തോർത്തുമുണ്ട് ഈർപ്പത്തോടെ അതിൽ കെട്ടിവെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നമ്മൾ അടയ്ക്കുക. അങ്ങനെ ചെയ്തതാണ് ഇത്. കണ്ടില്ലേ, കറക്റ്റായിട്ട് നന്നായിട്ട് എല്ലാം അതേപോലെ മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു 1/4 മുറി നാളികേരം ചിരവിയതും ഒരു 10 ചുവന്നുള്ളി കട്ട് ചെയ്തതും പിന്നെ നമ്മൾക്ക് ഒരു 5 വറ്റൽ മുളക് ക്രഷ് ചെയ്തതും ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തും എടുത്തു. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് 1.5 സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്ന സമയത്ത് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി കൂടുതൽ ചേർക്കുക, നല്ല ഹെൽത്തി ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊന്ന് മൂപ്പായി വരുന്ന സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് ആ എണ്ണയിലൊന്ന് ശരിക്കൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പം ഞാനൊരു 1.5 സ്പൂണിലധികം മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് ഇതിന് നല്ല രുചി ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് നമ്മൾക്ക് മുളപ്പിച്ച ചെറുപയർ കൂടി അതിലേക്ക് ചേർത്തു. അതുകൂടി ചേർത്ത് നല്ലതുപോലെ നമ്മൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, അത് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. സാധാരണ ചെറുപയർ വെക്കുന്ന മാതിരിയല്ല. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് ശേഷം നമ്മൾക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തു. അതുകൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ആവശ്യമില്ല, നമ്മൾക്ക് മുളപ്പിച്ച ചെറുപയറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. 1/2 ഗ്ലാസ് അളവിൽ മാത്രം വെള്ളം ചേർത്തിട്ട് 5 മിനിറ്റ് നമ്മളത് അടച്ച് വെക്കണം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കാം. ഉണ്ടല്ലേ, നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ചെറുപയർ ഒരല്പം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഇത് വേവാനുണ്ട്. അതായത് മുളപ്പിച്ച ചെറുപയർ നന്നായി വെന്ത് ഉടയാൻ പാടില്ല, അപ്പോഴാണ് അതിന് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഒരു 3/4 ഭാഗമാണ് അത് വേവേണ്ടത്. ഒരു 5 മിനിറ്റ് കൂടി നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെക്കണം. ആ ആവിയിൽ അത് ശരിക്കൊന്ന് വെന്തോളും. 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഇതേപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, ഹെൽത്തിയാണ്. പോരാത്ത ഉപ്പ് ഞാനിപ്പോൾ കുറച്ചുകൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി നമ്മൾക്ക് അതിലേക്ക് ആ തേങ്ങ ചിരവിയതും കൂടി ചേർത്താൽ അടിപൊളി മുളപ്പിച്ച ചെറുപയറുടെ തോരൻ റെഡിയായി. രാവിലെ കഞ്ഞിക്ക് കഴിക്കാനും ഇത് വെറുതെ കഴിക്കാനും എല്ലാം പറ്റും. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ഇതേപോലെ കഴിക്കുന്നത് നല്ല ഒരു ഗുണം ചെയ്യും. എന്തായാലും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഒന്ന് ഒപ്പിച്ച് അതേമാതിരി തട്ടി വെച്ചിട്ട് ഒന്നുകൂടി ഇത് അടച്ച് വയ്ക്കുക. ആവിയിൽ കുറച്ച് സമയം കൂടി ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 5-10 മിനിറ്റും കൂടി കഴിഞ്ഞതിന് ശേഷം അത് തുറന്ന് നോക്കി. അപ്പോൾ സൂപ്പറായില്ലേ. അപ്പോൾ മുളപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് നമ്മൾ 12 മണിക്കൂർ നല്ല തോർത്തുമുണ്ട് അതായത് തോർത്തുമുണ്ട് മടക്കി നല്ല ഈർപ്പത്തോടു കൂടി അത് കെട്ടിവെച്ചാൽ മതി. ഇതേപോലെ നമുക്ക് മുളച്ച് കിട്ടും. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി കൊടുത്തു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ നമ്മൾക്ക് ചോറിൻ്റെ കൂടെ നമ്മൾ കൂടുതലും മുളപ്പിച്ച ചെറുപയറുടെ തോരനാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.